റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലണ്ടൻ ഹോസ്പിറ്റലുകളിലെ സൈബർ ആക്രമണം. സുപ്രധാന വിവരങ്ങൾ ടെലിഗ്രാമിലും ഡാർക്ക് വെബിലും. ലണ്ടനിലെ ഹോസ്പിറ്റലുകളിൽ സൈബർ ആക്രമണം നടത്തിയ കുറ്റവാളികൾ അതീവ പ്രാധാന്യമുള്ള ചില വിവരങ്ങൾ പുറത്തുവിട്ടതായി റിപ്പോർട്ടുകൾ. ടെലിഗ്രാം ചാനലിലും ഡാർക്ക് വെബിലുമാണ് സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഏകദേശം 400 GB സ്വകാര്യ വിവരങ്ങൾ ഈ രീതിയിൽ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അതീവ പ്രാധാന്യമുള്ള രക്തപരിശോധനാ വിവരങ്ങളാണ് പരസ്യമാക്കിയത്. ജൂൺ 3 ലണ്ടനിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെ സെർവറുകളിൽ സൈബർ ആക്രമണം നടത്തി വിവരങ്ങൾ ചോർത്തിയ ശേഷം ഹാക്കർമാർ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പണം ലഭിച്ചില്ലെങ്കിൽ തട്ടിയെടുത്ത വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പുറത്തുവിട്ട ഡേറ്റയിൽ രോഗികളുടെ പേരുകൾ, ജനനത്തീയതി, NHS നമ്പറുകൾ, രക്തപരിശോധനകളുടെ വിവരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പരിശോധനാ ഫലങ്ങളും ഡേറ്റയിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല. ലണ്ടനിലെ ആശുപത്രികളുടെ കമ്പ്യൂട്ടർ സെർവറിൽ സൈബർ ആക്രമണം നടന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. പ്രധാന ആശുപത്രികളായ റോയൽ ബ്രാംപ്ടൺ, എവലിന ലണ്ടൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, സെന്റ് തോമസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് സൈബർ ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വരെ മുടങ്ങുകയും അത്യാഹിത വിഭാഗത്തിലേക്ക് വന്ന പല രോഗികളെയും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട ഗുരുതരമായ സ്ഥിതിയും ഉണ്ടായി. ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം മേഖലകളിലും ചൂട് മൂലമുള്ള ഹെൽത്ത് അലർട്ട് പുറപ്പെടുവിച്ചു. ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കുമായി ചൂട് മൂലമുള്ള മഞ്ഞ ആരോഗ്യ അലർട്ട് പുറപ്പെടുവിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില 30 സെൽഷ്യസിലേക്ക് ഉയരുമെന്ന് വ്യക്തമായതോടെയാണ് ഈ മുന്നറിയിപ്പ്. ഒരു മേഖലയിലൊഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും അലർട്ട് നിലവിലുണ്ട്. ചില മേഖലകളിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിൽ സാരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തിങ്കളാഴ്ച രാവിലെ മുതലാണ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയും മെറ്റ് ഓഫീസും പുറപ്പെടുവിച്ച അലർട്ട് നിലനിൽക്കുന്നത്. താപനില 30 സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രതീക്ഷ. സൗത്ത് ഈസ്റ്റ് മേഖലയിലാണ് ഈ താപനില കൂടുതൽ പ്രത്യക്ഷമാവുക. ഈ മേഖലയിൽ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ഈസ്റ്റ് ഇംഗ്ലണ്ട്, ഈസ്റ്റ് ആംഗ്ലിയ എന്നിവിടങ്ങളിലും ഇതാകും സ്ഥിതി. നോർത്ത് ഈസ്റ്റിൽ മാത്രമാണ് മുന്നറിയിപ്പ് ഒഴിവാക്കിയിട്ടുള്ളത്. വെയിൽ ആസ്വദിക്കാൻ ഇറങ്ങുന്നവർ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മെറ്റ് ഓഫീസ് വക്താക്കൾ പറഞ്ഞു. തൊഴിലാളികളെ പിരിച്ചുവിടൽ. ടാറ്റ സ്റ്റീൽ കമ്പനിക്കെതിരെ യൂണിയനുകൾ രംഗത്ത്. തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി തൊഴിലാളി യൂണിയനുകൾ. അടുത്ത മാസം 1500 തൊഴിലാളികൾ പണിമുടക്കുമെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു. സെപ്റ്റംബർ അവസാനത്തോടെ പോർട്ട് ടാർബോട്ടിലെ 2 ചൂളകൾ പ്രവർത്തനം നിർത്തുമ്പോൾ ഏകദേശം 2800 ടാറ്റ സ്റ്റീൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും. എന്നാൽ തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചാൽ അടച്ചുപൂട്ടൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന ഭീഷണിയുടെ സ്വരമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എങ്ങനെയൊക്കെയായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ 8 സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് തൊഴിലാളി യൂണിയനുകൾ. ലേബർ വന്നാൽ ആദ്യ ബഡ്ജറ്റിൽ 10 ബില്യൺ പൗണ്ട് നികുതി വർധന വരും. ടോറി ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കുന്നുവെന്ന പരാതി പറയുന്ന ലേബർ പാർട്ടി പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയാൽ 10 ബില്യൺ പൗണ്ട് നികുതി വർധനവുകൾ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തുമെന്ന് സൂചന. പബ്ലിക് സർവീസുകൾക്ക് പണം കണ്ടെത്താനായി ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻഹെറിറ്റൻസ് ടാക്സുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ലേബർ പാർട്ടി തേടുന്നത്. ഷാഡോ ചാൻസലർ റേച്ചൽ റീവ്സ് ഒരു ഡസനോളം ടാക്സ് വർധനവുകൾ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ സ്വത്തുക്കൾ വിൽക്കുമ്പോഴുള്ള നികുതി വർദ്ധിപ്പിക്കാനും ലേബർ നീക്കം നടത്തുന്നതായി പാർട്ടി ആഭ്യന്തര രേഖകൾ വെളിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ബന്ധുക്കൾക്ക് സമാനമായി പണം, പ്രോപ്പർട്ടി, ഭൂമി എന്നിവ നൽകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. ഏതെല്ലാം നികുതികളാണ് ഉയർത്തുകയെന്ന് ലേബർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊന്നും കൃത്യമായ മറുപടി നൽകാൻ കീർ സ്റ്റാർമറോ മറ്റ് നേതാക്കളോ തയ്യാറാകുന്നില്ല. നിഗൂഢമായ ഈ നിശബ്ദത പ്രശ്നമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യമായി എപ്പിലെപ്സി നിയന്ത്രിക്കാൻ തലച്ചോറിൽ പിടിപ്പിക്കുന്ന യന്ത്രം പരീക്ഷിച്ച് സോമർസെറ്റിൽ നിന്നുള്ള 12കാരൻ. ലോകത്തിൽ തന്നെ ആദ്യമായി എപ്പിലെപ്സി നിയന്ത്രിക്കാൻ തലച്ചോറിൽ പിടിപ്പിക്കുന്ന യന്ത്രം പരീക്ഷിച്ച് UK നിന്നുള്ള എപ്പിലെപ്സി ബാധിച്ച കുട്ടി. തലച്ചോറിലേക്ക് വൈദ്യുത സിഗ്നലുകൾ ആഴത്തിൽ അയക്കുന്ന ന്യൂറോ സ്റ്റിമുലേറ്റർ കുട്ടിയുടെ അനിയന്ത്രിതമായ പ്രതികരണങ്ങളെ 80% വരെ കുറച്ചു. യന്ത്രം പിടിപ്പിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ ജീവിതം മെച്ചപ്പെട്ടതെന്ന് അമ്മ ജസ്റ്റിൻ പറയുന്നു. ലണ്ടനിലെ ഗ്രേറ്റ് ഓമൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ട്രയലിന്റെ ഭാഗമായി ഒക്ടോബറിലാണ് അന്ന് 12 വയസ്സുണ്ടായിരുന്ന ഓറാൻ നോൾസണിൽ ശസ്ത്രക്രിയ നടത്തിയത്. ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നിർമ്മിച്ചത് UK കമ്പനിയായ ആംപർ തെറാപ്യൂട്ടിക്സ് ആണ്. ഇനി നാട്ടിലെ വാർത്തകൾ. ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA നൽകുന്നതിൽ നടപടി സ്വീകരിക്കും. ഉറപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA അനുവദിക്കുന്നതിലും ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുന്നതിലും സർക്കാർ ഫലപ്രദമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കേരളത്തിന്റെ സാമ്പത്തിക വിഷമമാണ് DA അനുവദിക്കുന്നതിനുള്ള തടസ്സമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സംശയവും വേണ്ട, എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകും. ഇത് ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, പെൻഷൻകാരുടെ കാര്യത്തിലും സ്വീകരിക്കും. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൊടുക്കുക എന്നതാണ് നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് മാറ്റാൻ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പ്രമേയം കൊണ്ടുവരും. ഭരണഘടനയിലും പേര് മാറ്റണമെന്ന ആവശ്യം. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ വീണ്ടും പരിശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ വീണ്ടും പ്രമേയം കൊണ്ടുവരും. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്നാണ് ആവശ്യം. ഇത് ദീർഘനാളത്തെ ആവശ്യമാണ്. നൂറ്റാണ്ടുകളായി കേരളം എന്ന പേര് സാഹിത്യത്തിലും ചരിത്രത്തിലും ഉണ്ടായിട്ടും അത് കേരള ആയി മാറിയത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗം കാരണമാണ്. ഐക്യ കേരളം പിറന്ന് 6.5 പതിറ്റാണ്ടായിട്ടും കേരളം എന്ന പേര് തിരിച്ചുപിടിച്ച് എല്ലാ രേഖകളിലും ഒരേപോലെയാക്കാൻ മലയാളികൾക്ക് കഴിഞ്ഞില്ല. മലയാളത്തിൽ സംസ്ഥാനം കേരളം എന്നാണ്. പക്ഷേ സർക്കാർ രേഖകളിൽ പോലും ഇംഗ്ലീഷിൽ ഇപ്പോഴുമുള്ളത് ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പേര് മാറ്റത്തിൽ അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും പേര് മാറ്റത്തിനായിരുന്നു ആവശ്യം. എന്നാൽ 1-ാം പട്ടികയിൽ മാത്രം പേര് മാറ്റിയാൽ മതി എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ പ്രമേയം. +1 ക്ലാസുകൾ ഇന്നു മുതൽ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ജൂലൈ 2-ന്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്ന് +1 ക്ലാസുകൾ തുടങ്ങും. ആദ്യ ദിനം 3,22,147 കുട്ടികൾ ക്ലാസ്സിലെത്തും. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായി. തിരുവനന്തപുരം കോട്ടൺ സ്കൂളിൽ രാവിലെ 9-ന് വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 41,222 സീറ്റുകളാണ്. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് നാളെ ആദ്യ അംഗം. 10-ാം കിരീടം ലക്ഷ്യമിടുന്ന ബ്രസീലിന് കോപ്പ അമേരിക്കയിൽ ചൊവ്വാഴ്ച ആദ്യ അംഗം. 2016 ശേഷം കോപ്പയിലെത്തുന്ന കോസ്റ്ററീക്കയാണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ. രാവിലെ ഇന്ത്യൻ സമയം 6:30-നാണ് കളി. T20 വേൾഡ് കപ്പ് നോക്കൌട്ട് പഞ്ച്. മഴയെയും വിൻഡീസിനെയും മറികടന്ന് ദക്ഷിണാഫ്രിക്ക സെമിയിൽ. മഴ കളിച്ച മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ലോകകപ്പിന്റെ സെമിയിൽ. 3 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്. 2020 ലോകകപ്പിലെ തങ്ങളുടെ പരാജയമറിയാത്ത കുതിപ്പ് തുടരുകയാണ് ദക്ഷിണാഫ്രിക്ക. ഒരിക്കൽ കൂടി ദൗർഭാഗ്യം ദക്ഷിണാഫ്രിക്കയുടെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാകുമോ എന്ന് തോന്നിപ്പിച്ച ശേഷമാണ് സെമി പ്രവേശനം സാധ്യമാകുന്നത്. 100-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി ഹംഗറി. സമനില പിടിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി ജർമ്മനി. യൂറോ കപ്പിൽ ഗ്രൂപ്പ് എയിൽ അവസാന മത്സരങ്ങൾക്ക് നാടകീയ അന്ത്യം. ഗ്രൂപ്പിലെ അവസാന മത്സരം സ്വിറ്റ്സർലാൻഡിനെതിരെ കളിക്കാനിറങ്ങിയ ജർമ്മനിക്ക് ഗ്രൂപ്പിൽ ഒന്നാമതെത്താൻ സമനില മതിയായിരുന്നു. പന്തിൽ ജർമ്മൻ ആധിപത്യം കണ്ട മത്സരത്തിൽ പക്ഷേ വലിയ അവസരങ്ങളൊന്നും അവർ തുറന്നില്ല. 17 മിനിറ്റിൽ റോബർട്ട് ആൻഡ്രിച്ചിന്റെ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ സൊമറിനെ മറികടന്നുവെങ്കിലും അതിനു മുമ്പ് മുസിയാല സ്വിസ് താരത്തെ ഫൗൾ ചെയ്തതിനാൽ വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി ഈ ഗോൾ അനുവദിച്ചില്ല. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.63 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.